നമ്മുടെ നാട്ടിൽ പീഡകന്മാരായവർ, അതായത് പീഡിപ്പിക്കുന്ന റേപ്പിസ്റ്റുകളായിട്ടുള്ള സ്വാമിമാരും പള്ളിയിലച്ചന്മാരും മുക്രികളും ഒക്കെ നാട് വിടുന്ന UK-ലേക്കും അയർലൻഡിലേക്കും ഒക്കെയാണ്. ഇവിടുന്ന് ഏറ്റവും വലിയ കൊടൂര കൊലപാതകങ്ങളെല്ലാം ചെയ്തിട്ട് ഇവർ മാന്യമായിട്ട് വിദേശത്തേക്ക് കടക്കുന്നു. അവിടെ ചെന്ന് പിന്നെ അങ്ങോട്ട് പീഡന പരമ്പരകളാണ്. അതിൻ്റെ പേരിൽ കോടികളും സമ്പാദിക്കുന്നു. ഇപ്പോൾ ഒരു സ്വാമിയുടെ കഥയാണ്, സ്വാമിയുടെ സംഭവങ്ങളാണ്, സ്വാമിയുടെ പീഡന കഥകളാണ് ഇന്നിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ആ സ്വാമി, അതെ, സത്യം. ഹിന്ദു മതത്തിലുള്ളവർക്ക് ഇതിൽ കൂടുതൽ നാണം കെടാൻ ഇയാളെ ഈ നാണം കെടുത്തിയെന്ന് തന്നെ പറയുന്നതായിരിക്കും കറക്റ്റ്. പൗർണമി ആ വാർത്ത അറിഞ്ഞാൽ നമ്മുടെ പാലക്കാട് ഒരു പേരും ഒക്കെ പറഞ്ഞല്ലോ, എന്തോ ജിലേബി സ്വാമി. ജിലേബി, അതായത് ജിലേബി വിറ്റ് നടന്ന ആളാണ്. പിന്നെ സ്വാമി ആയതും ഈ സ്വാമിയെ കാണാൻ പല ഭക്തന്മാരും എത്തിയത്. പാലക്കാടുകാരൻ, ശ്രീകൃഷ്ണപുരത്തുകാരൻ അല്ലേ, മുരളീകൃഷ്ണ. അപ്പൊ ജിലേബി വിറ്റ് നടന്നു. പിന്നീട് ജിലേബി വിറ്റ് നടന്നു. നാട്ടിൽ അത്യാവശ്യം പെണ്ണുങ്ങളെയൊക്കെ പീഡിപ്പിച്ചു. അതിനുശേഷം UK-ലേക്ക് ഒരു വിസ സംഘടിപ്പിച്ച് അവിടെ നിന്ന് ചാടുന്നു. അവിടെ ചെന്ന് അദ്ദേഹം മറ്റേ കാഷായ വസ്ത്രമൊക്കെ ഇട്ട് സ്വാമി, മുട്ടയൊക്കെ അടിച്ച് സ്വാമി, ആ സ്വാമിയായി അവിടെ അങ്ങ് തുടരുന്നു. അവിടെ നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിൽ പാലക്കാടെന്ന് പറയുമ്പോൾ ഗ്രാമപ്രദേശം, ശ്രീകൃഷ്ണപുരം അതിലും വലിയ ഗ്രാമപ്രദേശം, അറിവില്ലാത്ത പൈതങ്ങളുള്ള നാടെന്ന് വെച്ചാൽ. അപ്പോൾ UK-യിൽ എല്ലാ കെങ്കേമികളായിട്ടുള്ള ആൾക്കാരൊക്കെ ആണല്ലോ ഇരിക്കുന്നതാണല്ലോ വെയ്പ്പ്. അവിടെ ചെന്ന് 1.5 ലക്ഷം പൗണ്ടൊക്കെയാണ് ഒരു സ്ത്രീയുടെ നടിച്ചു മാറ്റുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. അതും ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് വെച്ചാൽ അവരോട് പറയുന്നത് ഇങ്ങനെയാണെന്ന്, നിങ്ങൾ എൻ്റെ മുൻജന്മത്തിലുള്ള എൻ്റെ ഭാര്യയായിട്ട്, നമ്മൾ മുൻജന്മത്തിൽ പങ്കാളികളായിരുന്നതൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിലും ഞാനൊന്ന് ചോദിക്കട്ടെ പൗർണമി, ഈ സ്വാമിമാരെന്ന് പറയുമ്പോൾ ബ്രഹ്മചര്യം ഏതാണ്ടൊക്കെ പറയുമല്ലോ, ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല. നമ്മൾ ശ്രീനാരായണ ഗുരുവിനെയും അതുപോലെ ഈ പറയുന്നത് ചട്ടമ്പി സ്വാമി, അത് യഥാർത്ഥത്തിലുള്ള സ്വാമി ആരുടെ കാര്യല്ലേ? ഇത് യഥാർത്ഥത്തിലുള്ള സ്വാമി അല്ല എന്നുള്ളത് പുള്ളിക്ക് സ്വയം അറിയാലോ. അല്ല, അപ്പൊ ഞാൻ ചോദിക്കുന്ന പറഞ്ഞ ഈ ലൈംഗിക ബന്ധത്തിന് തയ്യാറായി കൊടുക്കുന്ന കുറെ ഭക്തകളുണ്ടല്ലോ, കൊടുഭക്തകൾ. ആ ഭക്തകൾക്ക് അറിഞ്ഞുകൂടെ സ്വാമി എന്ന് പറയുന്നത്? ഇതിലും ഭേദം ഇവർക്ക് മറ്റേ പരിപാടിക്ക് പോയാൽ പോരായിരുന്നോ? അല്ല, ബാറിലോ പബ്ബിലോ ഒക്കെ പറയുന്ന പോലെ ഇതിപ്പം ഈ സ്വാമിയെ കാണാൻ വന്നിട്ട് സ്വാമിയുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് എന്ത് അർത്ഥത്തിലാണെന്നുള്ളതിനെ പറ്റി, എന്ത് ഉദ്ദേശത്തോടാണെന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷേ ഇവിടെയും വിശ്വാസം എന്നതിനെയല്ലേ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ ജിലേബി വിറ്റ് നടന്ന, അതായത് കേരളത്തിൽ ജിലേബി വിറ്റ് നടന്ന ആൾ ഇവിടെ കുറച്ച് കേസുകളും കാര്യങ്ങളും ആവുന്നു, അത് സ്ത്രീ വിഷയങ്ങളിൽ. അതിനുശേഷം നാട് കടക്കുന്നു. ശരിക്കും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ഒരു കേസ് ഉള്ളപ്പോൾ അങ്ങനെ ഒരാൾക്ക് നാട് കടക്കാൻ പറ്റുമോ? അത് ഒരു സംശയമാണ്. ഈവൻ നാട് കടന്നാലും അവിടെ ചെന്ന് കാഷായ വേഷം അണിഞ്ഞുടനെ സ്വാമിയാവോ? അങ്ങനെ സ്വാമിയായി ഇത്രയും ആളുകളെ പറ്റിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ശരിക്കും പൊട്ടന്മാരാണോ നമ്മളെ ഈ ഹിന്ദു മതത്തിൽ, അല്ലെങ്കിൽ ഇത് വിശ്വസിക്കുന്ന ആളുകൾ? അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പം ജ്യോത്സ്യന്മാരെ വിശ്വസിക്കുന്നവരുണ്ട്, ദൈവങ്ങളെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ ആരും നിന്ദിക്കുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ ഭക്തരാണ്. അതിനെയൊന്നും നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നുമില്ല. നമുക്ക് എന്തോ ഒരു ദൈവിക ശക്തി, ഒരാൾ നമ്മുടെ ഒപ്പമുണ്ടെന്നുള്ളൊരു തോന്നൽ, നമുക്ക് ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ശക്തിയോട് പറഞ്ഞാൽ നമുക്ക് സങ്കടമാണെങ്കിലും സങ്കടം, സന്തോഷമാണെങ്കിലും സന്തോഷം, നമ്മുടെ ഒപ്പം നിൽക്കുമെന്നുള്ളൊരു വിശ്വാസം. അതിനപ്പുറത്തോട്ട് ഈ ജ്യോത്സ്യം അല്ലെങ്കിൽ സ്വാമികൾ എന്നൊക്കെ പറയുമ്പോൾ അവരോടൊക്കെ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രശ്ന പരിഹാരത്തിനായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ഭാവിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിരിക്കും. ഇതിനൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ സ്വാമികളുടെ അടുത്തും അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരുടെ അടുത്തും ഒക്കെ പോകുന്നത്. ഇപ്പോൾ ജ്യോത്സ്യന്മാരവിടെ ഇരിക്കട്ടെ, നമ്മളവരെ മാനിക്കുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കള്ള സ്വാമികളെ തിരിച്ചറിയാൻ ഇനിയും പറ്റാത്തത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട്? ഇപ്പോൾ UK പോലുള്ള ഇത്രയും വലിയൊരു സിറ്റിയിൽ ചെന്നിട്ട് നമുക്കറിയാം ഇതെല്ലാം ഒരുപാട്, അതായത് ഹിന്ദു അമ്പലങ്ങൾ ഒരുപാട് കുറവുള്ള സ്ഥലങ്ങളാണ്, അസോസിയേഷൻസും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളികൾ UK-യിലേക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ പോയി കഴിയുമ്പോൾ അവിടെ ഒരു സമൂഹം, നമ്മുടെ ഒരു ജാതി നമുക്ക് ആരാധിക്കേണ്ട, നമ്മൾക്കിപ്പോൾ ക്രിസ്ത്യൻ കൺട്രികളാണ് ഇതെല്ലാം, ക്രിസ്ത്യാനിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കൺട്രികളാണ്, നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടേതായിട്ടുള്ള അസോസിയേഷനൊക്കെ രൂപീകരിച്ചിട്ട് നമുക്ക് ആരാധിക്കാൻ പറ്റുന്ന തരത്തിലൊരു അമ്പലമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹ മഠമോ ഒക്കെ നമ്മളവിടെ സൃഷ്ടിച്ചേക്കാം. അതിന് മലയാളി അസോസിയേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ തന്നെ അസോസിയേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനവിടെ UK ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടില്ല ഇതുവരെ അതിന് എതിരഭിപ്രായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കാനഡയിലൊക്കെ അമ്പലങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യം, പള്ളികൾ ഓൾറെഡി ഉണ്ട്, കാനഡയിലൊക്കെ അമ്പലങ്ങളും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവർക്കൊരു വളക്കൂറുള്ള മണ്ണായിട്ട് ഇവർ കണ്ടിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ഇവർക്ക് എങ്ങനെയാണ് പാസ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവുക? അവിടെയും എന്തൊക്കെയോ മാൽ പ്രാക്ടീസുകളാണ്. നമ്മൾ ഇതിനു മുമ്പ് ഞാൻ സന്തോഷ് അങ്ങനെ ഒരു സ്വാമി ഉണ്ടായിരുന്നല്ലോ, സിനിമാ നടിമാരൊക്കെ നഗ്നപൂജ, നാരീപൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്തോഷ് ശിവനോ എന്തോ അയാളുടെ പേര്, സന്തോഷ് ശിവനല്ല, സന്തോഷം എന്നല്ല പേര്, ഞാൻ പൂർണ്ണമായിട്ട് ഓർക്കുന്നില്ല. പണ്ടൊരു സമയം മരിച്ചുപോയി, ഇടയ്ക്ക് ജയിലിലായിരുന്നു പുള്ളി. നമ്മുടെയൊക്കെ വളരെ ഫേമസ് ഉള്ള സിനിമാ നടന്മാരൊക്കെ നഗ്നപൂജ നടത്തിയ മനുഷ്യനാ. അങ്ങനെ അവസാനം അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുക ചെയ്തത്. കണ്ട നല്ല സുമുഖനാണ് കാണാൻ, അയാൾ സ്വാമി, ഈ പറയപ്പെടുന്ന പോലെ ശ്രീ രവിശങ്കറിനെയൊക്കെ പോലെ സന്തോഷം പ്രചരിപ്പിക്കുന്ന, സമാധാനം പ്രചരിപ്പിക്കുന്ന നമ്മുടെ സദ്ഗുരുവിനെയൊക്കെ പോലെ. ഇവിടെ ഇപ്പം നമ്മൾ സ്വാമികളെ കുറ്റം പറയുന്നില്ല, അല്ലെങ്കിൽ നല്ല ശരിക്കും വിശ്വാസപൂർവ്വം ആ ഒരു രീതി ജ്ഞാനമൊക്കെ സ്വീകരിച്ച് അല്ലെങ്കിൽ ആ രീതിയിൽ ജീവിക്കുന്ന ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ
ഇതുപോലെയുള്ള ആളുകളും ഈ കൂട്ടർക്കിടയിലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്, അല്ലെങ്കിൽ അവർ മൂലം പല ആളുകളും പല വിശ്വാസികളും ചൂഷണത്തിന് ഇരയാവുന്നുണ്ട്. ചില സ്ത്രീകൾ അറിയില്ല, ചിലപ്പം പേടിയാണോ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും ശാരിക, ഇപ്പോൾ ഒരാൾ താൻ സ്വാമിയാണ് അല്ലെങ്കിൽ തൻ്റെ വേഷവിധാനം കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നിപ്പിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ ആരും കീറി മുറിച്ച് ഒരുപക്ഷെ അന്വേഷിച്ചൊന്നും വരില്ല. നമ്മുടെ ഇന്നത്തെ ഈ ലോകത്ത് അല്ലെങ്കിൽ ഇന്നത്തെ ഈ സമൂഹത്തിൽ അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോഴും ഒറ്റ നോട്ടത്തിൽ സംശയിക്കത്തവണ്ണം യാതൊരു കാര്യങ്ങളും കാണാത്ത പക്ഷം എല്ലാവർക്കും എല്ലാവരുടെയും ജീവിതത്തിൽ ഫുൾ ടൈം സന്തോഷം മാത്രമൊന്നുമല്ല, എല്ലാവർക്കും സങ്കടം കാണും, പല പല പ്രശ്നങ്ങളും കാണും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓക്കെ, നമ്മൾ ഈ നഗരത്തിലാണ് താമസിക്കുന്നത്, നമുക്ക് നാട്ടിലെ പോലെ തന്നെ ഇനിയിപ്പോൾ നാട് വരെ പോകണ്ടല്ലോ, അല്ലെങ്കിൽ കേരളത്തിലേക്ക് പോകണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് പോകണ്ടല്ലോ, ഇവിടെ തന്നെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ ആ ആളെ കണ്ട് നമ്മുടെ വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ കിട്ടിയാലോ എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ ആയിരിക്കാമല്ലോ ഈ ആളുടെ അടുത്ത് സമീപിച്ചിട്ടുണ്ടാവുക. അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമ്മളിപ്പോൾ ജ്യോത്സ്യന്മാരെ കാണുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ അച്ഛന്മാരെ കാണുന്നു, അല്ലെങ്കിൽ ഈ മുസ്ലിംസിന്റെ ആരാണോ അവരെ കാണുന്നു. പിന്നെ സാഹിബോ എന്താ അവർ പറയുന്ന പേര്, ബുക്രികളോ അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഉസ്താദുമാരെ കാണുന്നു, ഓദിക്കുന്നു. നമുക്കൊരു അസുഖങ്ങൾ വരുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ഒരു വീട് വെക്കാൻ പോകുമ്പോഴോ, അല്ലെങ്കിൽ വീട് വെഞ്ചരിക്കാൻ, പരവാസ്തോലിക്ക്, അല്ലെങ്കിൽ കല്യാണത്തിനൊക്കെ മുഹൂർത്ത് കുറിക്കുന്നു. ഒരു പക്ഷേ ഒരു 100% കേരളീയരിൽ ഒരു 60-70% ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പല ജാതി മതസ്ഥർ അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്നു. ഇതിന് നമ്മൾ ജ്യോത്സ്യന്മാരെ സമീപിക്കുന്നു. ചില ജ്യോത്സ്യന്മാർ വെറും ഫ്രോഡുകളാണ്, അതിൽ നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ യൂട്യൂബ് വന്നുകൊണ്ട് കുറേ എണ്ണം അന്നാതിരുന്ന് മെഴുകുന്നതുകൊണ്ട് പിന്നെ നമുക്ക് കയ്യിൽ നിന്ന് കാശ് മുടക്കില്ല, നമുക്ക് ചുമ്മാ ഇരുന്ന് കേട്ടാൽ മാത്രം മതി. പക്ഷെ ചിലവരെ രാവിലെ ഒരു 6 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയൊക്കെ ഡോക്ടറെക്കാളും കൂടുതൽ തിരക്കാണ് ഈ ജ്യോത്സ്യന്മാർക്ക് എന്ന് പറയുന്നത്, അല്ലേ? എന്തോരം വഴിപാടുകളാണ്, ഗണപതി ഹോമം, അതുപോലെ ഉച്ചാടനം, ആവാഹനം എന്നൊക്കെ പറഞ്ഞ് 15,000 25,000 കണക്കാണുള്ളത്. പിന്നെ കുറേ തന്ത്രിമാർ ഇറങ്ങിയിട്ടുണ്ട്, ഇപ്പോൾ ഓരോ മഠങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട്. നമ്മൾ ഈ ശക്തികളെയെല്ലാം നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നമ്മൾ പ്രാർത്ഥിച്ച ദൈവങ്ങൾ കേൾക്കും, അതിലൊരു സംശയമില്ല. പിന്നെ ദൈവങ്ങൾക്ക് കൊടുക്കാനായിട്ട് അർച്ചനയോ പുഷ്പം, നമുക്ക് അമ്പലങ്ങളുണ്ട്, ഏറ്റവും പവിത്രമായ അമ്പലങ്ങളും പള്ളികളും നിസ്കാര പള്ളികളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അവിടെ പോയി ചെയ്യുന്നത് ഒരു ഇടനിലക്കാരനെ നമുക്ക് ശരിക്കും ആവശ്യമുണ്ടോ പൗർണമി? എനിക്ക് തോന്നുന്നില്ല ഇടനിലക്കാരനെ ആവശ്യമുണ്ട്. നമുക്ക് അത്യാവശ്യത്തിന് നമ്മുടെ കാര്യങ്ങൾ പ്രാരംഭം കുറിക്കാനായിട്ട്, നമ്മുടെ ഒരു ജാതകം നോക്കി നമുക്ക് വഴിപാടുകളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കറിയാം. ഒരാൾ വഴിപാടിൻ്റെ പറയുമ്പോൾ അതിന് ആധിക്യം എത്ര ഉണ്ടെന്ന്. ഇപ്പം നമ്മൾ 30 രൂപ കൊടുത്തൊരു അർച്ചന അല്ലെങ്കിൽ ഒരു പുഷ്പാഞ്ജലി ചെയ്യേണ്ട സ്ഥാനത്ത് അയാൾ പറയുന്നത് നിങ്ങൾ 30,000 മുടക്കി നിങ്ങൾ ആവാഹനം ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ചിന്തിക്കണ്ടേ? നമ്മളൊരു ബോധമുള്ളൊരു മനുഷ്യനെ നമ്മൾ ചിന്തിക്കണം. എടാ, ഇത്രയും പൈസ മുടക്കുണ്ടെങ്കിൽ, ഇത്രയും പൈസ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ നടത്താമെന്ന് ചിന്തിക്കണ്ടേ? അതിന് പകരം 1.5 ലക്ഷം പൗണ്ടൊക്കെ ഒരു കള്ളസന്യാസി കൊണ്ട് കൊടുത്തിട്ട് തൻ്റെ ശരീരം കൂടെ കൊടുക്കുകയാണ്. എടാ, ഇത് തൻ്റെ പ്രിയപ്പെട്ട വല്ല കാമുകന്മാർക്കോ, അല്ലെങ്കിൽ പിന്നെ ഇത് കാശിന് കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങോട്ട് സ്ത്രീകൾ ശരീരം വിൽക്കാറെന്ന് കഴിഞ്ഞാൽ കാശ് ഇഷ്ടംപോലെ ഇങ്ങോട്ട് കിട്ടും, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണല്ലോ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇവിടെ പടർന്ന് പന്തലിക്കുന്നത്. പുറത്താണെങ്കിൽ ഒരു കൺട്രോളും ഇല്ല, എന്തിനും ഫ്രീഡം ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആസാമിമാരെയൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ UK-ലും കാനഡയിലൊക്കെ ഇരിക്കുന്ന മലയാളികൾ? നമുക്കറിയാം ഈ സന്യാസി വര്യന്മാരെ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ. കാരണം ഉത്തർപ്രദേശിലെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് അയാളുടെ ജനനേന്ദ്രിയം കട്ട് ചെയ്തിട്ട് പോയ പെൺകുട്ടിയുണ്ട്. നമുക്കത് അറിയാം. ആ കുട്ടിയെ വളരെ മോശമായി ഇതുപോലെ പഠിപ്പിക്കാനായിട്ട് മടത്തിക്കൊണ്ട് നിർത്തിയതാ. അയാൾ പക്ഷേ ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിച്ചപ്പോൾ അവൾ മിടിക്കുകയായിരുന്നു. അവൾ എന്ത് ചെയ്തു? സംഭവം മുറിച്ചങ്ങ് കളഞ്ഞു വെച്ചു, തീർന്നു. അയാൾ മരിച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെൺകുട്ടിയുടെ പേരൊന്നും പുറത്തൊന്നും വിട്ടിട്ടില്ല. പക്ഷേ സംഭവം അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പള്ളികളിൽ നോക്കിയാൽ നമുക്കറിയാം, സിസ്റ്റർ അബയുടെ കേസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം. ഒരുപാട് വർഷങ്ങൾക്കിപ്പുറം 10, 32, 35 വർഷത്തിന് ശേഷമാണ് അത് അവരെ കൊന്നതാണെന്നും അതിന് കൂട്ടുനിന്നത് സിസ്റ്ററും അവരെ റേപ്പ് ചെയ്തത് അച്ഛനുമാണെന്നും നമ്മൾ തിരിച്ചറിയുന്നത് സിസ്റ്റർ അഭയ കേസ്. അങ്ങനെ ഒരുപാട് കേസുകൾ, ഒരുപാട് എഴുത്തുകാരൊക്കെ അതിനെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ പള്ളികളിലും ഉണ്ടാവും. ഈ മുസ്ലിം പള്ളികളിലും ഉസ്താദുമാരെ കുറിച്ച് എന്തോരം പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനങ്ങളാണ് ഓരോ പ്രാവശ്യവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഈ വെട്ടിക്കൊല്ലലിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപനം, ആ ഒരു വാർത്തകളുടെ ആ ബാഹുല്യത്തിൽ ഇങ്ങനെയുള്ള വാർത്തകളൊന്നും ഇപ്പം അങ്ങോട്ട് വരുന്നില്ല. കഴിഞ്ഞ വർഷം വരെ കൃത്യമായിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ ഉസ്താദ് പീഡിപ്പിച്ചു, പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി, പള്ളിയിലച്ചൻ പീഡിപ്പിച്ചു, മിസ്റ്റർ ഫ്രാങ്കോയെ കുറിച്ചൊക്കെ എന്തെല്ലാം വാർത്തകളായിരുന്നു. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത്, ഏത് മതസ്ഥരോ ആയിക്കോട്ടെ, പുരോഹിതന്മാരോ പുരോഹിതകളോ എന്ന് പറയുന്നത് ദൈവത്തിന് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ദൈവത്തിനോട് അവർ ദൈവത്തിൻ്റെ പാദപൂജ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്കായിട്ട് ആ ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയാണെന്ന് ഉറപ്പ് വരുത്താൻ നമുക്ക് എല്ലായ്പ്പോഴും പറ്റണമെന്നില്ല. കാരണം അവരുടെ പുറം മാത്രമാണോ വെളുത്തിരിക്കുന്നത്, അകം കറുത്താണോ എന്ന് അറിയണമെങ്കിൽ ഈ അണ്ടിയോടെടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയത്തുള്ളൂ എന്ന് പറയുന്ന പോലെ നമ്മൾ തന്നെ അത് ആ ഒരു സ്വയം ഒരു ബോധവൽക്കരണം നടത്തണം. ഇതിനകത്ത് ആർക്കും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ പറയപ്പെടുന്ന സന്തോഷ് മാധവൻ, അയാളുടെ പേര് കിട്ടി കേട്ടോ, സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞ വ്യക്തി, അദ്ദേഹം മരിച്ചുപോയി.
അദ്ദേഹം ഇതുപോലെ ഭയങ്കര പൂജയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല വിശുദ്ധന്റെ ലുക്കാണ് പുള്ളിക്ക്. വിശുദ്ധൻ ഇൻ ദ സെൻസ് നല്ല ഓറയുള്ള, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള, നല്ല ചിരിയുള്ള ഒരു മനുഷ്യൻ. ഒരുപാട് പ്രശസ്തരായ ഒരുപാട് സിനിമാ നടികളുടെ പേര് അദ്ദേഹത്തോടൊപ്പം കണക്ട് ചെയ്ത് കേട്ടു അദ്ദേഹത്തിന്റെ വാർത്തകൾ പുറത്തു വന്നപ്പോഴത്തേക്ക്. കാരണം മുറി അടച്ചിട്ട് നാരി പൂജയാണ് നടത്തുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമാ നടികൾക്ക് എന്തിന്റെ കേടാൻ ഞാൻ എപ്പോഴും ആലോചിച്ചു. സ്വന്തം നഗ്നമായ ശരീരം അവരെ കൊണ്ട് കാണിച്ച് അവരുടെ മുമ്പിരുന്ന് പൂജ. എന്താണ് പൂജ? ഈ ലൈംഗിക തന്നെ പൂജ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ഇവരെയൊക്കെ നമ്മൾ സ്വാമി എന്നാണോ ആസാമി എന്നാണോ പൗർണമി വിളിക്കേണ്ടത്? ഇപ്പം ആസാമി എന്ന് പറഞ്ഞാലും അത് വേറൊരു വിഭാഗം നോർമൽ ആളുകളെ അധിക്ഷേപിക്കുന്ന പോലെ ആയിപ്പോവും. പക്ഷേ കള്ളസ്വാമികൾ, അതായത് നല്ല സ്വാമികൾ, അല്ലെങ്കിൽ ഈ ഒരു എന്താ ഇതിന് പറയാ, പൗരോഹിത്യം സ്വീകരിച്ചവർ, അത് എല്ലാ മതവിഭാഗത്തിലും ഉണ്ട്. ഒരുപാട് നല്ല ആളുകളുണ്ട്. പക്ഷെ അവർക്കെല്ലാം, അവരുടെ എല്ലാം പേരിനെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള കള്ളന്മാർ ഈ വേഷം കെട്ടുമ്പോൾ അവരെ തിരിച്ചറിയാനുള്ളൊരു മിനിമം കഴിവ് എല്ലാ മനുഷ്യരിലും ഉണ്ടാവണം. അതിപ്പോൾ സ്ത്രീകൾ എന്ന് മാത്രമല്ല, ഏതൊരു നാട്ടിലാണെങ്കിലും, ഇപ്പം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അത് വളരെ നോർമലായിട്ടോ കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത് ഇപ്പോൾ ഈ ഒരു വിശ്വാസത്തെ പലരും അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പലരും അത് സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കള്ളസ്വാമികളെ തിരിച്ചറിഞ്ഞ് തന്നെ നിൽക്കണം, കബളിപ്പിക്കപ്പെടാതിരിക്കണം.